ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വിശദമായി പരിശോധിക്കുകയാണ് വരുന്ന ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് തന്നെയാണ്. ബൂത്തിലെത്താൻ ഇനി 5 നാൾ മാത്രം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM Group of Institutions. ആദ്യം നമ്മൾ പോകുന്നത് ഇന്ന് സംഭവിച്ച 24 ഇംപാക്റ്റിലേക്കാണ്. പത്തനംതിട്ട മെഴുവേലിയിൽ മരിച്ചയാളുടെ പേരിൽ മരുമകൾ കള്ളവോട്ട് ചെയ്ത സംഭവത്തിൽ 3 പേർക്ക് സസ്പെൻഷൻ. 2 പോളിംഗ് ഓഫീസർമാർക്കും BLOയ്ക്കുമെതിരെയാണ് നടപടി. കള്ളവോട്ട് വാർത്ത 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. S. ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാം, LDF ആണ് ഇങ്ങനെ ഒരു പരാതി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്. അതിപ്പോൾ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. 3 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷനും ഉണ്ടായിരിക്കുന്നു. അതിൽ BLOയുടെ ഭാഗത്തു നിന്നൊക്കെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ക്രമക്കേടിന് അവർ കൂട്ടുനിന്നിട്ടുണ്ട് എന്ന ആരോപണമാണല്ലോ LDF ഉന്നയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടി എന്താണ്? ആർക്കൊക്കെ എതിരെയാണ് നടപടി? നിലവിൽ അനുജ, ഇത് 6 വർഷം മുമ്പ് മരിച്ച ഒരു വയോധികയുടെ, അന്നമ്മ എന്നു പേരുള്ള ഒരു വയോധികയുടെ വോട്ട് വീട്ടിലെത്തി രേഖപ്പെടുത്തി എന്നുള്ളതായിരുന്നു പരാതി. ഈ വാർത്ത നമ്മൾ ഇന്ന് പുറത്തു കൊണ്ടുവന്ന ശേഷം BLOയുമായിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞിരുന്നത് ഒരു അബദ്ധം പറ്റി എന്നുള്ളതാണ്. പക്ഷേ എങ്ങനെ ഇത്തരത്തിലൊരു അബദ്ധം പറ്റുമെന്നുള്ളതാണ് അതിലൊരു സംശയം, പ്രധാന സംശയം. കാരണം അന്നമ്മ എന്ന് 2 പേർക്കും ഒരേ പേരുണ്ടെങ്കിൽ പോലും ഇവരുടെ തിരഞ്ഞെടുപ്പ് വോട്ട് രേഖപ്പെടുത്തുന്ന മുമ്പുള്ള രേഖകൾ പരിശോധിക്കുന്ന ഒരു നടപടിക്രമമുണ്ട്. അതുൾപ്പെടെ ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഉയർന്നിരുന്നത്. ഏതായാലും അവിടെ ചെന്ന റിട്ടേണിംഗ് ഓഫീസർക്കും പോളിംഗ് ഓഫീസർക്കും ഉൾപ്പെടെയുള്ള 3 പേരെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. രാവിലെ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴിയിൽ വിശ്വാസ്യതയില്ല എന്നുള്ളതാണ് കണ്ടെത്തിയത്. ഗുരുതരമായ വീഴ്ച, കള്ളവോട്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥരുടെ സഹായം നൽകി എന്നുള്ളതാണ് കമ്മീഷന്റെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തിൽ പരാതി നൽകിയത് LDF ആയിരുന്നു. മെഴുവേലി പഞ്ചായത്തിലെ കാരിത്തോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കള്ളവോട്ട് നടന്നത്. നിലവിൽ ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എങ്കിലും ഈ നടപടികൾ അവസാനിക്കുന്നില്ല. കള്ളവോട്ട് ചെയ്ത വോട്ട് അസാധുവായി പ്രഖ്യാപിച്ച് റദ്ദ് ചെയ്യുകയാണ് വേണ്ടത്. അതിനുള്ള നടപടിക്രമങ്ങൾ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതിനി അറിയേണ്ടതുണ്ട്. ഏതായാലും ഒരു കള്ളവോട്ട്, അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏറ്റവും വലിയ പ്രക്രിയയെ ബാധിക്കുന്ന ഒരു ഗുരുതര സംഭവമാണ് ഇന്ന് ഇപ്പോൾ പുറത്തു വരികയും ആ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക്, വീഴ്ച സംഭവിച്ചവർക്ക് സസ്പെൻഷൻ ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി ആ കള്ളവോട്ട് റദ്ദാക്കപ്പെടേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. അനുജ, അതാണ് പത്തനംതിട്ട മെഴുവേലിയിൽ നിന്ന് ഉയർന്നു വന്ന വീട്ടിലെ വോട്ട് ക്രമക്കേടിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. 3 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ഇരുവരും അസത്യപ്രചാരണം നടത്തുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെയും നേരിട്ടെതിർക്കാതെ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടിയെന്നും മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചു. കേരളത്തെയും നമ്മുടെ സംസ്ഥാനം നേടിയ പുരോഗതിയെയും നുണകൾ കൊണ്ട് മൂടാനാണ് പ്രധാനമന്ത്രിയും കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയുടെ അഖിലേന്ത്യാ പ്രധാനിയും ഒരേ മനസ്സോടെ ശ്രമിക്കുന്നത്. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണ്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ആരോപിച്ചൊരു കാര്യം, ബീഹാറിനെ പോലെയാണ് അഴിമതി കേരളത്തിലെന്നാണ്. അദ്ദേഹം ഒറ്റയടിക്ക് 2 സംസ്ഥാനങ്ങളെ അപമാനിക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന പ്രിയങ്ക ഗാന്ധിയുടെ ചോദ്യം ഏറ്റവും വലിയ തമാശയെന്ന് പിണറായി വിജയൻ. റോബർട്ട് വദ്രയെ അറസ്റ്റ് ചെയ്യാത്തവരോട് നന്ദി പറയുകയാണ് പ്രിയങ്ക ഗാന്ധി ചെയ്യേണ്ടത്, അല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ പറയുകയല്ല വേണ്ടതെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. ഏറ്റവും വലിയൊരു തമാശയാണ് ഈ പ്രിയങ്ക ഗാന്ധി വന്ന് എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ച ആ ചോദ്യം. അത് വളരെ നല്ലൊരു ചോദ്യമായി കേരളം കാണുകയാണ്. കാരണം അവരാരാണ്, അവരുടെ ഭർത്താവ് ആരാണ്,
ഇവരുമായിട്ടെല്ലാം ബന്ധപ്പെട്ട DLF എന്താണ്, അതുമായി ബന്ധപ്പെട്ട് കുറേ നാൾ ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്, ആ ഘട്ടത്തിലുള്ള നടപടികൾ എങ്ങനെയൊക്കെയാണ് നീങ്ങിയത്. അപ്പോൾ അറസ്റ്റ് വേണ്ടിയിരുന്നവർക്ക് നേരെ അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ അതിനുള്ള നന്ദി അവരോട് പറയാണ് വേണ്ടത്. അതിന് എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയല്ല വേണ്ടത്. അത്രയും എനിക്ക് പറയാനുള്ളൂ. അരുൺ പാറക്കൽ വിശദാംശങ്ങളുമായി. അരുൺ, കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രി തിരിച്ചു മറുപടി പറയുന്നു. അതിനുശേഷം പ്രിയങ്ക ഗാന്ധി ഇന്നലെ എത്തി മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു. ഇന്നിപ്പോൾ അതിന് മറുപടി, രാഹുൽ ഗാന്ധിക്ക് മറുപടി, ഒപ്പം കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പറഞ്ഞതിനുമുള്ള മറുപടി. ആ തരത്തിലേക്ക് ഈ വിഷയം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കി അത് മുഖ്യമന്ത്രി തന്നെ ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി ആ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു എന്നതല്ലേ കാണുന്നത്? അനുജ, അതുതന്നെയാണ്. ഈ പൊതുതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെയും നരേന്ദ്രമോദിയെയും ഒരുമിച്ച് കടന്നാക്രമിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളത്തിൽ ഇന്ത്യ മുന്നണി സഖ്യമൊക്കെ കൈവിട്ടുകൊണ്ട്, അതായത് രാഹുൽ ഗാന്ധിയെ നേർക്കുനേർ കടന്നാക്രമിക്കുന്ന, വിമർശനം ഉന്നയിക്കുന്ന ഒരു കാര്യത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ കാസർഗോഡ് നടത്തിയ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലും സമാനമായ രീതി ആവർത്തിച്ചു. രാഹുൽ ഗാന്ധിക്കും നരേന്ദ്രമോദിക്കും, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഒരേ സ്വരമാണ്, കേരളത്തെ എതിർക്കുന്നതിൽ ഒരേ സ്വരമാണ് എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട വിമർശനം. മാത്രമല്ല, കേരളത്തിൽ അഴിമതി കൂടുതലുണ്ടെന്ന് പറയുന്ന പ്രധാനമന്ത്രി അത് കള്ളക്കണക്കാണ്, കള്ളം പ്രചരിപ്പിക്കുകയാണ്, അതിനെ രാഹുൽ ഗാന്ധിയും കൂട്ടുനിൽക്കുന്നു എന്നാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കേരളത്തിൽ പ്രചരണത്തിനെത്തിയ പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ED അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിച്ചിരുന്നു. അതിനും മുഖ്യമന്ത്രി ഇന്ന് മറുപടി നൽകി. അതായത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്രയെ അദ്ദേഹം കുടുങ്ങിയ അഴിമതികളിലൊക്കെ തന്നെ അതിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും സ്വീകരിച്ചു. അവരോട് പ്രിയങ്ക ഗാന്ധി നന്ദി പറയുകയാണ് വേണ്ടത്, അല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന കാര്യം ചോദിക്കുകയല്ല വേണ്ടതെന്നാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മറുപടി ഉണ്ടായത്. എന്തായാലും നേർക്കുനേർ കടന്നാക്രമിക്കുന്ന, വിമർശനം ഉന്നയിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്, അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുന്നു. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിലും മുഖ്യമന്ത്രി ഇതേ രീതിയിലുള്ള ഒരു വിമർശനമാണ് ഉന്നയിക്കാനുള്ള സാധ്യതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനെ കോൺഗ്രസ് നേതാക്കളും മറുപടി നൽകുമെന്നും പ്രതീക്ഷിക്കാം. അനുജ, അരുൺ, ഇതിപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി, നമുക്കറിയാം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഒരു പ്രചാരണ പരിപാടിയിൽ, മഹാരാഷ്ട്രയിലെ ഒരു പ്രചാരണ പരിപാടിയിലാണ് കേരള മുഖ്യമന്ത്രിയുടെ പേര് പറയുന്നു. അവിടെയും രാഹുൽ ഗാന്ധിക്ക് വിമർശനമുണ്ട്. വയനാടിനെ കുറിച്ചൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ഈ വിഷയം ഒരിക്കൽ കൂടി ഏറ്റെടുത്തുകൊണ്ട് BJP രംഗത്തെത്തുന്ന കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ടോ? അതായത് മുഖ്യമന്ത്രിയുടെ പേര് പറയുന്നത് കൂടാതെ ഇപ്പോൾ ഈ വിഷയത്തിൽ 2 പേരും തമ്മിൽ കൊമ്പ് കോർക്കുന്നു. ഇന്ത്യ സഖ്യത്തിലെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിൽ കൊമ്പ് കോർക്കുന്നു. മറ്റൊന്ന്, ഇവർ പരസ്പരം മത്സരിക്കുമ്പോൾ എങ്ങനെയാണ് ഇവരെ വിശ്വസിച്ച് ഈ സഖ്യത്തിന് വോട്ട് ചെയ്യുക എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നപ്പോൾ ഇവർ തമ്മിലുള്ള ഈ പരസ്പര വാക്പോര് അത് BJP ഏറ്റെടുക്കുന്ന കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ടോ? അനുജ, തീർച്ചയായും. കാരണം ഈ ഇന്ത്യ സഖ്യത്തിലെ 2 പ്രധാനപ്പെട്ട മുന്നണികൾ അവർ തമ്മിൽ കേരളത്തിൽ ഇത്തരത്തിൽ ഒരു പോർമുഖം തുറന്നിരിക്കുന്നു എന്നുള്ളത് BJP വ്യാപകമായി അവരുടെ പ്രചരണായുധമായി ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വയനാട് പോലുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ, കാസർഗോഡ് ഉൾപ്പെടെ BJP ഇത് പ്രചരണായുധമാക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും നേർക്കുനേർ ഒരു യുദ്ധത്തിലേക്ക്, അതായത് വാക്പോരിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അത് മുതലെടുക്കാനുള്ള ഒരു ശ്രമം BJPയും ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജനസമ്പർക്ക പരിപാടികളിൽ ഉൾപ്പെടെ, ജനങ്ങളുമായുള്ള സംവാദത്തിൽ ഉൾപ്പെടെ BJP നേതാക്കളും BJP സ്ഥാനാർത്ഥികളും ഇത്തരത്തിലുള്ള വാദഗതികൾ ഉന്നയിക്കുന്നു എന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഇന്ത്യ സഖ്യത്തിലെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ അവർ നേർക്കുനേർ പോരാടുന്ന ഒരു കാഴ്ചയുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ വിശ്വാസ്യതയിൽ എടുക്കാൻ കഴിയില്ല. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാലും അവർക്ക് ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്നത് BJP നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ഈ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ പ്രധാനമന്ത്രി ഇത് ചൂണ്ടിക്കാണിച്ചിരുന്നു. സംസ്ഥാനത്തും കേരളത്തിനകത്തും ഇത് BJPയുടെ സംസ്ഥാന നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അനുജ, അരുൺ പാറക്കിലാണ് വിശദാംശങ്ങൾ നൽകിയത്. അതിനിടെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വാക്പോരും കൊഴുക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസ്യത വേണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ സമനിലയ്ക്ക് എന്തോ തകരാറുണ്ടെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. തന്നെ വിമർശിക്കുന്നവരുടെ മുഴുവൻ സമനില തെറ്റിയെന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കാണ് ചികിത്സ വേണ്ടതെന്നായിരുന്നു VD സതീശന്റെ മറുപടി. സതീശന്റെ നിലക്കെന്തോ പറ്റിയിരിക്കുകയാണ്. ഞാനെന്ത് പറയാനാണെന്ന് എനിക്കറിയില്ല. ഈ സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക്
വിശ്വാസ്യത ഉണ്ടാവുക വളരെ പ്രധാനമാണ്. സതീശൻ ഈ പ്രസ്താവന നടത്തിയ ആളെ കുറ്റപ്പെടുത്തി ഈ പ്രകടന പത്രിക വായിച്ചില്ല, അതിൻ്റെ പേജ് വായിച്ചില്ല, അതിൻ്റെ പേര വായിച്ചില്ല, ഈ നമ്പറൊക്കെ കൊടുത്തുകൊണ്ട് ഇതിനകത്ത് ഇതൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇത് വായിക്കാതെയാണ് അഭിപ്രായം പറഞ്ഞത്. ഇദ്ദേഹം പണ്ടുപോലെ ഇത് പറയുന്ന ഒരാളാണ്. വൈദ്യുതി മന്ത്രിയായിരിക്കുന്ന സമയത്ത് SNC ലാവലിൻ്റെ ഫയൽ വന്നപ്പോൾ ധനകാര്യ സെക്രട്ടറി അതൊരിക്കലും SNC ലാവലിൻ്റെ ഇതിൽ പോകരുത്, തെറ്റാണ്, സംസ്ഥാനത്തിന് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതിൽ. അപ്പോൾ അന്നത്തെ ധനകാര്യമന്ത്രി വരദാചാര്യയുടെ തല പരിശോധിക്കണം എന്നാണ് അന്നത്തെ വൈദ്യുതി മന്ത്രിയായ ഈ മുഖ്യമന്ത്രി എഴുതി വെച്ചത്. അന്ന് നിയമസഭയിലും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആരെതിർത്താലും ആരുടെ സമനില തെറ്റി തല പരിശോധിക്കണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ എല്ലാവരുടെയും സമനില തെറ്റി എന്ന് വിചാരിക്കുന്നത് തന്നെ ഒരു അസുഖമല്ല ശരിക്കും. അതിനാണ് ഡോക്ടറെ കാണിക്കേണ്ടത്, അല്ല ഞങ്ങളുടെ ആരുടെ സമനില തെറ്റിയത്. തന്നെ വിമർശിക്കുന്ന എല്ലാവരുടെയും സമനില തെറ്റിയതാണ് എന്ന് ഒരാൾ വിചാരിച്ചാലോ. തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നുള്ള വാർത്തകളിൽ നിന്ന് നമ്മളിപ്പോൾ ഈ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. നെടുങ്കണ്ടത്ത് ജപ്തി നടപടിക്കിടെ ആത്മഹത്യ ചെയ്ത യുവതിയുടെ മൃതദേഹവുമായി ബാങ്കിന് മുന്നിൽ പ്രതിഷേധം. SNDP നെടുങ്കണ്ടം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന് മുന്നിലെ പ്രതിഷേധം. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, എന്താണ് ഈ പ്രതിഷേധക്കാരുടെ ആവശ്യം? എത്ര സമയമായി പ്രതിഷേധം തുടരുന്നു? അനുജ, ഈ സ്ത്രീ തീകൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ച അന്നു മുതൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ നെടുങ്കണ്ടം മേഖലയിൽ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. ഇന്നലെ ഈ മരണം സംഭവിച്ചതിന് ശേഷം SNDPയും ഈ പ്രതിഷേധത്തിൽ ചേർന്നിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SNDPയുടെ ഭാരവാഹി കൂടിയായിരുന്നു ഈ മരണപ്പെട്ട ഷീബ ദിലീപ്. അതുകൊണ്ട് തന്നെയാണ് SNDPയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ബാങ്കിന് മുമ്പിൽ മൃതദേഹം വെച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടക്കുന്നത്. ബാങ്ക് അധികൃതർക്കെതിരെ കേസെടുക്കണം, നരഹത്യ കുറ്റത്തിന് കേസെടുക്കണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഇവരും മുന്നോട്ട് വെക്കുന്നത്. കാരണം ഈ ഷീബ ദിലീപിന്റെ പേരിൽ യാതൊരു തരത്തിലുള്ള കുടിശ്ശികയോ ലോണോ ഈ ബാങ്കിൽ ഉണ്ടായിരുന്നില്ല. ഈ ജപ്തി നടപടിക്കിടെ ഇവർ പറയുന്നത് കേൾക്കാതെ നടപടികളുമായി മുന്നോട്ട് പോയി എന്നുള്ളതാണ് പ്രധാനമായും ആരോപണമായി ഇവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതിന് കൃത്യമായ നടപടി ഉണ്ടാകണം, പരിഹാരം ഉണ്ടാകണം, ഈ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം ഉൾപ്പെടെ കിട്ടണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം ഇപ്പോൾ എന്തായാലും ഇവിടെ നടക്കുന്നത്. നെടുങ്കണ്ടത്താണ് ജപ്തി നടപടിക്കിടെ ആത്മഹത്യ ചെയ്ത യുവതിയുടെ മൃതദേഹവുമായി ഇപ്പോൾ ബാങ്കിന് മുന്നിൽ SNDP പ്രതിഷേധിക്കുന്നത്. നെടുങ്കണ്ടം യൂണിയന്റെ നേതൃത്വത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് മുന്നിലാണ് പ്രതിഷേധം. അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാന ആവശ്യം. തിരികെ നമ്മൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക്. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ സൈബർ അധിക്ഷേപ പരാതിയിൽ വീണ്ടും കേസ്. യൂത്ത് ലീഗ് പ്രവർത്തകൻ ഷെഫീഖിനെതിരെയാണ് പേരാമ്പ്ര പോലീസ് കേസെടുത്തത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഇതിനു മുൻപും ലീഗ് പ്രവർത്തകനെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു യൂത്ത് ലീഗ് പ്രവർത്തകനെതിരെ കൂടി നടപടി ഉണ്ടായിരിക്കുന്നു എന്നാണ്. ഇദ്ദേഹത്തിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, വല്യക്കോട് CPIM ബ്രാഞ്ച് സെക്രട്ടറി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകനെതിരെ പേരാമ്പ്ര പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഫേസ്ബുക്കിലൂടെ വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ അശ്ലീലം നിറഞ്ഞ കമന്റുകൾ ഇട്ടു എന്നുള്ളതാണ് ഇയാൾക്കെതിരെയുള്ള പരാതി. ഇത് പ്രകാരമാണ് നിലവിൽ ഷെഫീഖ് വല്യക്കോട് എന്നയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇയാള് ഒരു പ്രാദേശിക യൂത്ത് ലീഗ് പ്രവർത്തകനാണ്. നിലവിൽ IPC 153 ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസ്. അതായത് കലാപാഹ്വാനം, സ്ത്രീകളെ അധിക്ഷേപിക്കൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നിധിൻ രാജ് എന്നയാൾ ഈ KK ശൈലജയ്ക്ക് അനുകൂലമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിന്റെ താഴെയാണ് ഇയാൾ ഈ ഇത്തരത്തിൽ അശ്ലീലം നിറഞ്ഞ കമന്റുകൾ പോസ്റ്റ് ചെയ്തത്. ഇത് പ്രകാരം CPM ബ്രാഞ്ച് സെക്രട്ടറി പേരാമ്പ്ര പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് കേസെടുക്കുകയായിരുന്നു. ഏതാണ്ട് 8ഓളം കേസുകൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സൈബർ അധിക്ഷേപവുമായി ബന്ധപ്പെട്ട് വടകര, കോഴിക്കോട് ഈ മേഖലകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അനുജം, KK ശൈലജയ്ക്കെതിരായ സൈബർ അധിക്ഷേപ പരാതിയിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകൻ ഷെഫീഖിനെതിരെ പേരാമ്പ്ര പോലീസ് കേസെടുത്തത്. ഇതിനോടകം തന്നെ 8 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ന് സംഭവിച്ച മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മളെത്തും ചെറിയൊരു ഇടവേള എടുത്തതിനു ശേഷം. റാഞ്ചിയിലെ ഇന്ത്യ സഖ്യ റാലിയിൽ സംഘർഷം. അണികൾ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഏത് സാഹചര്യത്തിലാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായത്? റാലി ആരംഭിച്ചിരുന്നോ? അനുജ, റാഞ്ചിയിലെ ഇന്ത്യ മഹാസഖ്യത്തിൻ്റെ റാലി അല്പസമയത്തിനകം തന്നെ പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ എത്തിച്ചേരും. റാലി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പ്രാദേശിക നേതാക്കൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രധാന നേതാക്കൾ സംസാരിച്ച് തുടങ്ങുന്നതേയുള്ളൂ. അതിനിടെയാണ് റാലിക്ക് എത്തിയ അണികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായത്. കോൺഗ്രസ് JMM അണികൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന സൂചന. ഈ ജാർഖണ്ഡിലെ ഛത്ര സീറ്റുമായി ബന്ധപ്പെട്ട്
കോൺഗ്രസും JMM തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു. ആ സീറ്റ് JMM ആവശ്യമുന്നയിച്ചിരുന്നെങ്കിലും കോൺഗ്രസിനാണ് ഒടുവിൽ ആ സീറ്റ് ലഭിച്ചത്. ഇതിൻ്റെ പേരിൽ തുടങ്ങിയ വാക്തർക്കം പിന്നീട് സംഘർഷത്തിലേക്ക് എത്തുകയും അണികൾ തമ്മിൽ ഏറ്റുമുട്ടുകയും കസേരകൾ ഉപയോഗിച്ച് പരസ്പരം എറിയുകയും അടിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ നേതാക്കൾ ഇടപെട്ട് അണികളെ ശാന്തരാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ സംഘർഷത്തിനിടെ ഛത്രയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി KN ത്രിപാഠിയുടെ സഹോദരന് പരിക്കേറ്റിരിക്കുന്നു. മറ്റ് നിരവധി പേർക്കും ഈ സംഘർഷത്തിൽ പരിക്കേറ്റു എന്നാണ് വിവരം. നിലവിൽ ഇപ്പോൾ സംഘർഷം അടങ്ങിയിട്ടുണ്ട്. അനുജ, ഈ റാലി അല്പസമയത്തിനകം തന്നെ തുടങ്ങുമോ? ഇതിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നില്ല എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. കൂടാതെ സീതാറാം യെച്ചൂരി ഇല്ല എന്നുള്ളതും അദ്ദേഹം അറിയിച്ചിട്ടുള്ളതാണ്. മറ്റ് പ്രമുഖർ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് ബൽറാം? അനുജ, റാലിയിൽ പ്രധാന നേതാക്കൾ അല്പസമയത്തിനകം തന്നെ സംസാരിച്ച് തുടങ്ങുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധി ഈ റാലിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അനാരോഗ്യത്തെ തുടർന്ന് റാലിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശാണ് ഇന്ന് ഉച്ചയോടെ അറിയിച്ചത്. അതേസമയം മല്ലികാർജ്ജുൻ ഖാർഗെ റാലിയിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പോൾ മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ പ്രചാരണ റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ്. അവിടെ നിന്നായിരിക്കും അദ്ദേഹം ജാർഖണ്ഡിലേക്ക് എത്തുക. അതേസമയം ശിവസേന, ഉദ്ധവ് താക്കറെ അടക്കമുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിനിധികൾ ഇതിനകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ലാലു പ്രസാദ് യാദവും ഒപ്പം തന്നെ മകൻ തേജസ്വി യാദവും റാലിക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സീതാറാം യെച്ചൂരി കേരളത്തിലെ പ്രചാരണ തിരക്കിലായതിനാൽ റാലിക്ക് എത്തില്ല എന്നും എന്നാൽ എല്ലാ പിന്തുണയും തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം കൽപ്പന സോറന് അയച്ച കത്തിൽ അറിയിച്ചിട്ടുണ്ട്. CPM-ന്റെ പ്രതിനിധി യെച്ചൂരിക്ക് പകരമായി ഈ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ പ്രതിപക്ഷ പാർട്ടി അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായുള്ള 26 പാർട്ടികളുടെയും പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 3 മണിക്കാണ് റാലി നിശ്ചയിച്ചിരുന്നത് എങ്കിലും പിന്നീട് 3:30-ലേക്കും 4 മണിയിലേക്കും മാറ്റിയിരുന്നു. ഇപ്പോഴും റാലിയിൽ പ്രധാന നേതാക്കൾ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. ഇതിൽ ഒരു കാര്യം കൂടി ബൽറാം, ഇന്ത്യ സഖ്യത്തിനൊക്കെതിരെ പ്രധാനമന്ത്രി രൂക്ഷ വിമർശനം എല്ലാ വേദികളിലും ഉന്നയിക്കുമ്പോൾ ഈ അണികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളത് അത് അവർക്കൊരു ബാഡ് മാർക്കായി തന്നെ മാറില്ലേ? തീർച്ചയായും അനുജ, ഇന്ത്യ സഖ്യത്തിൽ അഭിപ്രായ ഐക്യമില്ല എന്നും നേതാക്കളും പാർട്ടികളും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു എന്നുള്ളതും BJP തുടക്കം മുതൽ തന്നെ പ്രചരണമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലുണ്ടായ വാക്പോര്, രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നതിനെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം, മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത്, തുടർന്ന് പ്രിയങ്ക ഗാന്ധിയും അത് ആവർത്തിച്ചത് അടക്കമുള്ള വിഷയങ്ങൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ എല്ലാ പ്രചരണ വേദികളിലും ഉന്നയിക്കുന്നുണ്ട്. ഒപ്പമാണ് ഇന്ന് അല്പസമയം മുമ്പ് രാജസ്ഥാനിൽ നടന്ന പ്രചാരണ റാലിയിൽ ഉൾപ്പെടെ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടൽ ആണ് എന്നും 25% സീറ്റുകളിൽ ഇന്ത്യ മുന്നണിയിലെ തന്നെ പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് എന്നതടക്കം പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ഐക്യമില്ല എന്ന ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ 2 പാർട്ടികളുടെ അണികൾ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ക്ഷീണം ചെയ്യുമെന്ന ഉറപ്പാണ്. എന്തായാലും നിലവിലിപ്പോൾ സംഘർഷങ്ങൾ നേതാക്കൾ ഇടപെട്ട് അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് പ്രചരണ ആയുധമാകും എന്ന് ഉറപ്പായിരിക്കുകയാണ്. അനുജ, ഇന്ത്യ സഖ്യത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ റാഞ്ചിയിൽ സംഭവിച്ചത്. റാലിയിൽ സംഘർഷമുണ്ടായി, 2 പാർട്ടികളുടെ അണികൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ നിലവിൽ സംഘർഷാവസ്ഥ ഇല്ല എന്നുള്ള വിവരമാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്. അല്പസമയത്തിനകം പ്രമുഖ നേതാക്കൾ റാലിയിലേക്ക് എത്തുകയും സംസാരിക്കുകയും ചെയ്യും. കോൺഗ്രസിന്റെ മുഖം കാണാൻ പോലും ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രധാനമന്ത്രി. 400-ലേറെ സീറ്റുകളിൽ ജയിച്ചിരുന്ന കോൺഗ്രസിന് ഇന്ന് 300 സീറ്റുകളിൽ മത്സരിക്കാൻ പോലും കഴിയുന്നില്ല. തോൽവി ഭയന്ന് കോൺഗ്രസ് നേതാക്കൾ രാജ്യസഭ തെരഞ്ഞെടുക്കുകയാണെന്നും രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. जिस पार्टी ने कभी 400 सांसद जीते थे उनके, आज वो 300 सीट पे चुनाव नहीं लड़ पा रहे हैं. आज कांग्रेस की हालत ये है, उनको उम्मीदवार नहीं मिल रहे हैं. इन्होंने अवसरवादी इंडी अलायंस बना लिया है. उसकी पतंग उड़ने से पहले ही कट गई है. ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തൃശൂർ പൂരം തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഗൗരവമേറിയതെന്ന് മുഖ്യമന്ത്രി. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് DGP-യോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ പറയുന്ന ദിവസം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി
പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഗൗരവമായ പരാതി അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അതൊന്ന് ഈ ദേവസ്വം ഉന്നയിച്ച പരാതിയുണ്ട്, മാധ്യമപ്രവർത്തകരുടെ നേരെ ശരിയല്ലാത്ത നില സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതിയുമുണ്ട്. അപ്പോൾ അത്തരം പരാതികളെ പറ്റി ഇപ്പോൾ ഈ ഗവൺമെൻറ്റിന് ഇപ്പോൾ പരിമിതിയുള്ള സമയമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് അവരെ ഓഫീസിലേക്ക് ഒരു പരാതി അയച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് DGPയോട് അത് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ സ്വീകരിച്ചുള്ള നടപടി. അത് ഗൗരവമായി തന്നെയാണ് കാണുന്നത്. അതിൻ്റെ ഭാഗമായി അന്വേഷണം നടക്കട്ടെ. അതിൻ്റെ തുറന്നെന്താണോ വേണ്ടത് ആ നടപടി എടുക്കാവുന്നതാണ്. തൃശൂർ പൂരത്തിന് ആചാരങ്ങൾ അറിയാത്ത പോലീസുകാർ ഡ്യൂട്ടിക്ക് എത്തുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പറഞ്ഞു. വരും കാലങ്ങളിൽ അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തും. പൂരത്തിനെതിരെ പ്രത്യേക NGOകളുടെ നേതൃത്വത്തിൽ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും VS സുനിൽകുമാർ ആരോപിച്ചു. പൂരം നടത്തിപ്പിന്റെ കമ്മിറ്റിക്കാരും പോലീസും ഉൾപ്പെടെയുള്ള ആളുകൾ അതില് രണ്ടു കൂട്ടർ സംഘടകരാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിന്റെ സ്മൂത്ത് റണ്ണിംഗ് എന്നത്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുള്ളപ്പോൾ ഒരു പ്രശ്നം കൂടി ഉണ്ടായിട്ടില്ല. ചില ആളുകൾ വരുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങളും അതുപോലെ നടത്തണമെന്ന് വിചാരിച്ചപ്പോൾ അത് ചെയ്യുമ്പോണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ചെയ്യാറുള്ളത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ പൂരത്തിൽ വയ്ക്കാറുണ്ട്. ഇതാണ് കോഡ് ഓഫ് കോണ്ടക്ട് കൊണ്ട് ഇവിടെ തൃശ്ശൂരിലെ പല ഉദ്യോഗസ്ഥന്മാരും വേറെന്താണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ പൂരം എന്താണെന്നതിനെ പറ്റി കൃത്യം അറിയാത്ത ആൾക്കാരാണ്. എന്താണ് ടെക്നോ ട്രക്ക് എന്ന് അറിയുന്നത്, അവിടെ മഠത്തിൽ വരവിന്റെ പ്രത്യേകത എന്താണെന്നും അവിടെ ആരൊക്കെയാണ് അതിന്റെ കാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് നടക്കുന്നത് അറിയാത്ത ഉദ്യോഗസ്ഥന്മാർ വന്നാൽ ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. BJPക്ക് മൈലേജ് ഉണ്ടാക്കാനാണ് ശ്രമം. മന്ത്രിമാരെക്കാളും മുകളിലാണോ DGP എന്നും VD സതീശൻ ചോദിച്ചു. അല്ല, BJPക്ക് മൈലേജ് ഉണ്ടാക്കാൻ നടത്തിയ ശ്രമമാണോ എന്ന് ഞങ്ങൾ ബലമായി സംശയിക്കുന്നു. കാരണം BJPക്കൊന്നും ഒരു മൈലേജോടെ ഉണ്ടാവില്ല. അവിടെ BJP ജയിക്കുകയില്ല, അവിടെ UDF ജയിക്കും. 2 മന്ത്രിമാർ സ്ഥലത്തുണ്ടായിരുന്ന സമയത്താണ് ഈ വൃത്തികേട് മുഴുവൻ അവിടെ നടന്നത്. ഇത് കേരളത്തിന്റെ ഉത്സവമാണ്. തൃശ്ശൂർ പൂരം തൃശ്ശൂരിന്റെ മാത്രമല്ല, എല്ലാ ഉത്സവമാണ്, മതേതര ഉത്സവമാണ്. എല്ലാ കമ്മ്യൂണിറ്റിയിലും പെട്ട ആളുകൾ ചെല്ലുന്നതാണ്. പരമ്പരാഗതമായി ചെയ്യുന്ന രീതികളുണ്ട്. ഹൈക്കോടതി പ്രത്യേക സിറ്റിംഗ് നടത്തി അതിൻ്റെ അകത്തുള്ള തർക്കങ്ങളെല്ലാം തീർത്താണ്. മനഃപൂർവ്വം ഇപ്പൊ കമ്മീഷണർ മാത്രമായി കുറ്റക്കാരൻ, സർക്കാരാണ് കമ്മീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിണറായി സർക്കാർ 2 മന്ത്രിമാർ ആ സ്പോട്ടിലുണ്ട് അവിടെ. എന്നിട്ടും ഈ കമ്മീഷണറാണോ ഈ 2 മന്ത്രിമാർക്കും മീതെയുള്ള ആളുകൾ? ഇവരെല്ലാം ഇതിനെ കൂട്ടുനിൽക്കുകയായിരുന്നു ചെയ്തത്. അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി. അശ്വിൻ, ഇതിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിലേക്ക് പ്രതികരണം LDFന്റെയും UDFന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഏത് തരത്തിലൊരു അന്വേഷണം ഇതിലുണ്ടാകുമെന്നാണ് നമ്മൾ കരുതേണ്ടത്? DGPയോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്നാണല്ലോ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അനുജ, എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്തെ പൂരവിവാദം വലിയ തോതിൽ ഇപ്പോഴും ആളിക്കത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം കൂടി വന്നതോടെ അതിന്റെ തലം ഒന്നുകൂടി ഉയരുന്നു. അതിൽ വ്യക്തമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മുഖ്യമന്ത്രി DGPയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച അത് സർക്കാരിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആദ്യ ഘട്ടങ്ങളിൽ കോൺഗ്രസ് ആയാലും BJP ആയാലും അത് സർക്കാരിനെതിരെയുള്ള വലിയൊരു ആയുധമാക്കി മാറ്റിയിരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ അത് തൃശ്ശൂരിൽ വലിയ തോതിൽ ഉപയോഗിക്കുന്നുമുണ്ടായിരുന്നു. VD സതീശന്റെ പ്രതികരണത്തിലേക്ക് വരുമ്പോൾ അത് BJPക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കാൻ LDF കൂടി ചേർന്നുകൊണ്ടൊരു ശ്രമം നടത്തി എന്നുള്ള തലത്തിലേക്ക് കൂടി ആരോപണം വളരുകയാണ്. എന്തായാലും അതേ ചൊല്ലിയുള്ള വിവാദങ്ങൾ ആളിപ്പടരുമ്പോഴും കൃത്യമായ അന്വേഷണം നടത്തി എന്താണ് അതിലുണ്ടായത് എന്നുള്ള കാരണം എടുത്തുകൊണ്ടുവന്ന് വരും വർഷങ്ങളിൽ ആ പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥി സുനിൽകുമാർ പറഞ്ഞതാണെങ്കിൽ പോലും അതുമായി ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. തൃശ്ശൂർ പൂരത്തിന്റെ ആചാരങ്ങളും പ്രത്യേകതകളും അറിയാത്ത ഉദ്യോഗസ്ഥരെ ജോലിക്ക് വെക്കുന്നതാണ് പ്രശ്നമെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അതെല്ലാം പരിഹരിച്ച് വരും കാലങ്ങളിൽ പ്രശ്നം ഒഴിവാക്കാനാണ് സർക്കാർ തലത്തിലുള്ള ശ്രമം നടക്കുന്നത്. അശ്വിൻ, ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം കൂടിയായി മാറുന്നുണ്ടോ? ഇന്നലെ തന്നെ UDFന്റെ സ്ഥാനാർത്ഥി കൂടാതെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് നമ്മൾ കാണുന്നത്. BJPക്ക് മൈലേജ് ഉണ്ടാക്കാനുള്ളതാണിതെല്ലാം എന്നവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ തരത്തിലേക്ക് ഈ വിവാദം പ്രചരണായുധമാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും തൃശ്ശൂരിനെ സംബന്ധിച്ച് വലിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ തൃശ്ശൂർ പൂരത്തിലൊരു വിവാദം ഉണ്ടാകുമ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ ആകെ ബാധിക്കുന്ന വലിയൊരു വിഷയമാക്കി മാറ്റാനും മാറാനുമുള്ള സാധ്യത വളരെയേറെയാണ്. എന്തായാലും അങ്ങനെ തന്നെ വളരുകയാണ്. സംഭവ ദിവസം തന്നെ അർദ്ധരാത്രിയിൽ തന്നെ
സ്ഥാനാർത്ഥികൾ സ്ഥലത്തേക്ക് ഓടിയെത്തി. BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തിരുവമ്പാടി ദേവസ്വവുമായി ചർച്ചകൾ നടത്തുന്ന ആദ്യഘട്ടത്തിൽ പങ്കെടുത്തിരുന്നു. മറുവശത്താണെങ്കിൽ സുനിൽകുമാറും K രാജനും മന്ത്രിതലത്തിലുള്ള ഇടപെടൽ നടത്തി വെടിക്കെട്ട് നടത്താനുള്ള ഇടപെടലുകൾ നടത്തുന്നു. അങ്ങനെ രാത്രി തന്നെ അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു വിഷയമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. അതിന് പിന്നാലെ ഇപ്പോഴും ഈ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരുമ്പോൾ അതെല്ലാം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് തൃശ്ശൂരിലെ 3 സ്ഥാനാർത്ഥികളും ഒരു വേദിയിലെത്തുന്ന ഒരു പരിപാടി നടന്നിരുന്നു. അതിൽ LDF-ന്റെയും ഒപ്പം UDF-ന്റെയും സ്ഥാനാർത്ഥികൾ മാത്രമാണ് പങ്കെടുത്തതെങ്കിൽ പോലും രണ്ടുപേരും ഈ പൂരത്തെ വരും വർഷങ്ങളിൽ ഗംഭീരമാക്കി കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു വാഗ്ദാനമാണ് തൃശ്ശൂർക്കാർക്ക് മുന്നിൽ നടത്തുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വിവാദങ്ങളെല്ലാം അവർ തള്ളിപ്പറയുകയും ചെയ്യുന്നു. അതിപ്പോൾ LDF സ്ഥാനാർത്ഥിയായാൽ പോലും പോലീസിനെ ഒരു തരത്തിലും ന്യായീകരിക്കുന്ന തലത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. സാധാരണ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും വീഴ്ച ഉണ്ടായാൽ അതിനെ ന്യായീകരിക്കുന്ന ഒരു വിഭാഗമാണ് ഭരണപക്ഷം. എന്നാൽ ഇത്തവണ തൃശ്ശൂരിൽ അതങ്ങനെ ഉണ്ടാകുന്നില്ല, വ്യത്യസ്തമാണ്. പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടായെന്ന് സമ്മതിക്കുന്നു. ആചാരമറിയാത്ത പോലീസുകാരാണ് ഇതിന് നേതൃത്വം നൽകിയതെന്ന് തുറന്ന് സമ്മതിക്കുന്നു. അത് വരും കൊല്ലങ്ങളിൽ ഉണ്ടാവില്ല എന്ന് സുനിൽകുമാർ തന്നെ ഉറപ്പ് നൽകുന്നു. അങ്ങനെ എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയൊരു വിവാദമാക്കി മാറ്റുവാനും അതുമായി ബന്ധപ്പെട്ട വരും കാലങ്ങളിൽ ഒന്നും ഉണ്ടാവില്ല എന്ന വോട്ടേഴ്സിന് ഉറപ്പ് നൽകാനുമാണ് LDF ശ്രമിക്കുന്നത്. അങ്ങനെ വലിയൊരു വിഷയമായി തെരഞ്ഞെടുപ്പ് കാലത്തിനെ ഉയർത്തി നിർത്താനുള്ള ശ്രമങ്ങൾ 3 മുന്നണികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. തൃശൂർ പൂരത്തിനിടെ ഉണ്ടായ വിവാദത്തിലെ പരാതികൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ DGPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിനിടെ ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധം കൂടിയാക്കി 3 മുന്നണികളും ഉപയോഗിക്കുന്നു എന്നുള്ള വിവരമാണ് അശ്വിൻ പാലാടി നൽകിയത്. ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. LDF പരസ്യം പ്രസിദ്ധീകരിച്ചതിന് സുപ്രഭാതം പത്രം കത്തിച്ച വിവാദത്തിന് പിന്നാലെ മുസ്ലിം ലീഗിനെ വെട്ടിലാക്കി സമസ്ത. ലീഗിനും സമസ്തയ്ക്കുമിടയിൽ ഭിന്നിപ്പുണ്ടെന്ന് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം 24-നോട് പറഞ്ഞു. സമസ്ത വിലക്കിയ പരിപാടികളിൽ ലീഗ് നേതൃത്വം പങ്കെടുക്കുന്നുവെന്നും ഉമർ ഫൈസി മുക്കം വിമർശിച്ചു. ലീഗിന്റെ പോഷക സംഘടനയാണ് എന്നുള്ള ഒരു നിലക്കായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. ആ നില സംസാരിച്ച് പോറാറും ഉണ്ടായിരുന്നു. ജനങ്ങളിലൊക്കെ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ ഭിന്നിപ്പൊന്നുമില്ല എന്ന് പറയും, മുസ്ലിമിനോട് ചോദിച്ചാൽ മുസ്ലിം ഇല്ല എന്ന് പറയും. പക്ഷെ എന്തൊക്കെ ഉണ്ടല്ലോ, നിങ്ങളത് വലുതാക്കി ഉണ്ടാക്കുന്നുണ്ട് മാധ്യമക്കാർ. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി. ദീപക്, പാണക്കാട് കുടുംബത്തിനടക്കം വിമർശനമുണ്ട്. മുൻപുണ്ടായ രീതിയിലല്ല ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. ഒപ്പം ലീഗും സമസ്തയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലല്ലേ ഇതിൽ ഏറ്റവും പ്രധാനം? ഏറ്റവും പ്രധാനം അത് തന്നെയാണ്. അതായത് ഇക്കാലം എത്രയും, അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കേളിക്കൊട്ട് ഉയരുന്നതിന് മുമ്പ് തന്നെ സമസ്ത ഒരു സജീവ ചർച്ചയായിരുന്നു. പക്ഷേ ആ സമയത്തെല്ലാം തന്നെ ലീഗുമായി പ്രശ്നമില്ല എന്നുള്ള നിലപാടായിരുന്നു സമസ്ത നേതാക്കളെല്ലാം പരസ്യമായി എടുത്തത്. ലീഗ് നേതാക്കളെല്ലാം സമസ്ത ഒപ്പമാണ് എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അതായിരുന്നു സ്ഥിരം പ്രതികരണം. പക്ഷേ എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി. ലീഗുമായി ഭിന്നതയുണ്ട് എന്ന് ആദ്യമായി സമസ്തയുടെ സെക്രട്ടറിയായ ഉമർ ഫൈസി മുക്കം തുറന്നു പറയുന്നു. മാത്രവുമല്ല, ഇന്നലത്തെ ഈ സുപ്രഭാതം കത്തിക്കലിന് ശേഷം സമസ്ത നേതാക്കൾക്കിടയിൽ ഒരു കൂടിയാലോചന തന്നെ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. കൃത്യമായി തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുന്ന വിധത്തിലുള്ള പ്രതികരണത്തിലേക്ക് ഈ കടന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നത്. ഒരു കാര്യം ഉമർ ഫൈസി മുക്കം പറയുന്നത്, ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾ സമസ്തക്കെതിരെ പ്രവർത്തിക്കുന്നു. മാത്രവുമല്ല, പൂക്കോയ തങ്ങൾ മുതൽ ഹൈദരലി തങ്ങൾ വരെ സമസ്ത തീരുമാനിക്കുന്ന മതപരമായ കാര്യങ്ങൾ അംഗീകരിച്ചിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് പറയുന്നു. ലീഗിൻ്റെ സെക്രട്ടറി സമസ്തയെ വെറുതെ ആക്രമിക്കുന്ന നിലപാടാണെന്ന് പറയുന്നു. ഇങ്ങനെ ഒരു എണ്ണം എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ലീഗിനെതിരെ ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ കടന്നാക്രമിക്കുന്നത്. മാത്രവുമല്ല, സത്യം ഉള്ളത് പറയുന്നവരെ സഖാക്കളായി ചിത്രീകരിക്കാനാണ് ഇത്തരക്കാർ ശ്രമിക്കുന്നത് എന്നുകൂടി പറയുമ്പോൾ അതിന് കൃത്യമായ രാഷ്ട്രീയ മാനമുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ലാസ്റ്റ് ലാപ്പിൽ എത്തുമ്പോൾ കൃത്യമായി വെട്ടിലാക്കുന്നത് ലീഗുമായി ഭിന്നതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് UDF-നെ വെട്ടിലാക്കുകയാണ് സമസ്ത ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സുപ്രഭാതം പരസ്യമായി കത്തിച്ചതിന് ശേഷം. അനുജ, ദീപക്, ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ, അതും അവസാന സമയത്തേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ഒരു വിവാദം എന്നുള്ളത് തീർച്ചയായും ലീഗിനും UDF കേന്ദ്രങ്ങൾക്കും ആശങ്കയുണ്ടാക്കുന്നതാണ്. ഇത് PMA സലാമിന് അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നത് നമ്മൾ കേട്ടതാണ്. ഈ വിഷയത്തിൽ ലീഗിന്റെ മുതിർന്ന നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. മാത്രവുമല്ല, സമസ്ത വിഷയത്തിൽ കൂടുതൽ പ്രതികരണം വേണ്ട, പ്രതികരിച്ചാൽ അത് കൂടുതൽ തിരിച്ചടിക്ക് കാരണമാകും എന്നുള്ള നിലപാടിലാണ് മുസ്ലിം ലീഗ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഞാൻ ഇന്ന് പൊന്നാനി മണ്ഡലത്തിലെ വിവിധ പ്രദേശത്തുകൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ഈ ഇന്നലത്തെ സുപ്രഭാതം കത്തിക്കലിന് ശേഷം സമസ്തയ്ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ബാങ്കുള്ള മണ്ഡലങ്ങളിലൊന്നാണ് പൊന്നാനിയും മലപ്പുറവും. ഈ മണ്ഡലത്തിൽ കൃത്യമായി അതിൻ്റെ പ്രതികരണങ്ങൾ കണ്ടു തുടങ്ങി എന്നുള്ളതാണ് വസ്തുത. ഇന്നിപ്പോൾ ഉമർ ഫൈസി മുക്കം പരസ്യമായി
ഭിന്നതയുണ്ടെന്ന് കൂടി പറഞ്ഞതോടുകൂടി കാര്യങ്ങൾ കൃത്യമായ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ ഈ അവസാന ലാപ്പിലെത്തുമ്പോൾ UDF-നെ വെട്ടിലാക്കുന്നു, ലീഗുമായി ഭിന്നതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അതുതന്നെയാണ് സംഭവിച്ചത്. ഒരുപക്ഷെ അത് അതിനൊരു കാരണമായി, ഒരു മിന്നൽ കാരണമായി, പൊടുന്നനെയുള്ള കാരണമായി സുപ്രഭാതം കത്തിക്കൽ ഒരു വിഷയമായിരുന്നെങ്കിൽ പോലും കുറച്ചു കാലമായുള്ള സമസ്തയുടെ ഭിന്നതയുടെ ഒരു ആകത്തുകയായുള്ള പുറത്തേക്കുള്ള വരലായിരുന്നു ഇന്ന് ഉമ്മർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണം എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. അനുജ, അതെ, കഴിഞ്ഞ കുറച്ച് കാലമായി പുകയുന്ന അസംതൃപ്തിയാണ് ഇന്നിപ്പോൾ മറനീക്കി പുറത്തു വന്നത്. സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കമാണ് ആ അഭിപ്രായ ഭിന്നത, ലീഗുമായി അഭിപ്രായ ഭിന്നതയുണ്ട് എന്നത് തുറന്നു സമ്മതിച്ചത്. ഇനി നമ്മൾ പോകുന്നത് അനധികൃത മരം മുറിക്കലുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക്. കണ്ണൂർ ആറളത്തെ അനധികൃത മരം മുറിക്കൽ വാർത്തയിലേക്ക്. ആനമതിൽ നിർമ്മാണത്തിന്റെ മറവിൽ അനധികൃതമായി മരം മുറിച്ചു എന്നാണ് പരാതി. വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തിയിൽ പുനരധിവാസ മേഖലയിലെ മരം മുറിക്കാനായിരുന്നു അനുമതി. എന്നാൽ വന്യജീവി സങ്കേതത്തിനകത്തെ മരങ്ങൾ മുറിച്ചു എന്നാണ് പരാതി. ഫ്ലൈയിങ് സ്ക്വാഡ് DFOയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, അനധികൃത മരം മുറിക്കൽ പലയിടങ്ങളിലും ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ട് വരുമ്പോൾ ആറളത്ത് സംഭവിച്ചത് എന്താണ്? അനുജ, ആറളം പുനരധിവാസ മേഖലയെയും ആറളം വന്യജീവി സങ്കേതത്തെയും വേർതിരിച്ച് ആനമതിൽ നിർമ്മിക്കുന്ന പദ്ധതി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതും ടെൻഡറിലേക്ക് കടന്നതുമാണ്. ആറളം പുനരധിവാസ മേഖലയിൽ കാട്ടാനക്കരയിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞ പശ്ചാത്തലത്തിലാണ് ആനമതിൽ പദ്ധതി പ്രഖ്യാപിച്ചത്. 10.5 കിലോമീറ്റർ ദൂരത്തിലാണ് ആനമതിൽ. അതിന്റെ ആദ്യ റേറ്റ് 2.5 കിലോമീറ്ററാണ്. ഈ ഭാഗത്ത് ആനമതിൽ നിർമ്മാണത്തിന് വേണ്ടി നേരത്തെ സർവേ നടത്തി മുറിക്കേണ്ട മരങ്ങൾ അടയാളപ്പെടുത്തിയിരുന്നു. ഈ മരങ്ങളെല്ലാം പുനരധിവാസ മേഖലയിൽ ഉൾപ്പെട്ടതാണ്. പക്ഷേ ഇതിൽ സംഭവിച്ചത് സർവേ നടത്തി അടയാളപ്പെടുത്തിയ ലിസ്റ്റിന് പുറത്തുള്ള മരങ്ങളും മുറിച്ചു എന്ന് മാത്രമല്ല, പുനരധിവാസ മേഖലയുടെ അതിർത്തി പിന്നിട്ട് ആറളം വന്യജീവി സങ്കേതത്തിനകത്തു നിന്നും മരങ്ങൾ മുറിച്ചു എന്നതാണ് പരാതിയും പ്രാഥമികമായ കണ്ടെത്തലും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പരാതി സുഗന്ധഗിരി മരം മുറി വലിയ തോതിൽ വിവാദമായതിന് പിന്നാലെ നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് ലഭിച്ച പരാതിയിൽ പൊടുന്നനെ അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. ഫ്ലൈയിങ് സ്ക്വാഡ് DFOയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് പരിശോധന നടത്തുകയും മുറിച്ച മരങ്ങളുടെ കണക്കെടുപ്പ് മാസങ്ങൾക്ക് ശേഷം ആരംഭിച്ചു എന്നതും ശ്രദ്ധേയമാണ്. അതായത് ഇക്കാര്യത്തിൽ സർവത്ര ക്രമക്കേടും ആശയക്കുഴപ്പവും ഉണ്ട്, അല്ലെങ്കിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഇതിൽ എത്ര മരങ്ങൾ മുറിച്ചു, ഏത് സ്ഥലത്ത് സർവേയിൽ അടയാളപ്പെടുത്തിയതാണോ എന്ന കാര്യത്തിലൊക്കെ സർവത്ര അവ്യക്തതയും നിലനിൽക്കുന്നു. ഇക്കാര്യത്തിൽ DFO ഫ്ലൈയിങ് സ്ക്വാഡ് DFO അജിത് കെ രാമൻ വിശദീകരിക്കുന്നത് കോഴിക്കോട് മിനി സർവേ വിഭാഗത്തോട് ഈ അതിർത്തി സംബന്ധിച്ചുള്ള സർവേ പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇക്കാര്യത്തിൽ വന്യജീവി സങ്കേതത്തിനകത്തെ മരം മുറിച്ചോ എന്ന കാര്യത്തിൽ അവ്യക്തത നീക്കാനാകും എന്നതൊക്കെയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ നരിക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷനിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കേസ് ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പ്രാഥമികമായി തന്നെ അനധികൃതമായി മരം മുറി നടന്നു എന്നതാണ് കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിലേക്ക് ഈ വിവാദമായതിനു പിന്നാലെ കടക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ആറളത്തെ അനധികൃത മരം മുറിക്കലിന്റെ വിവരങ്ങളാണ് സജോ ദേവസ്യ നൽകിയത്. പൊന്മുടി മരം മുറിക്കലിൽ കൃത്യമായ കണക്കില്ലാതെ വനം വകുപ്പ്. വനത്തിനുള്ളിൽ നിന്ന് കൂടുതൽ മരങ്ങൾ മുറിച്ചു മാറ്റിയത് പോലും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വനംവകുപ്പിന്റെ മൂക്കിന്റെ കീഴിൽ നടന്ന നിയമലംഘനങ്ങളിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ സംശയങ്ങൾ നിരവധിയാണ്. 24 എക്സ്ക്ലൂസീവ്. പൊന്മുടിയിലാണ്. പൊന്മുടി മരമുറിയുടെ കഥകൾ അവസാനിക്കുന്നില്ല. അതിൻ്റെ ചുരുളഴിയണമെങ്കിൽ കാട് കയറണം. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഹിൽ സ്റ്റേഷന് മുൻപിൽ പോലും വനനിയമങ്ങളുടെ ലംഘനങ്ങൾ കാണാം. പൊന്മുടി ഹിൽ സ്റ്റേഷനിൽ നിന്നും കഷ്ടിച്ച് 1 കിലോമീറ്റർ വനത്തിലൂടെ നടക്കണം. ട്രക്കിംഗ് പാതയാണ്. കഴിഞ്ഞ 1 മാസത്തിനിടയിൽ മുറിച്ചുമാറ്റിയ മരങ്ങൾ അവിടെയും കാണാം. രാത്രി 7 മണി മുതൽ രാവിലെ 8 മണി വരെ പൊന്മുടി ഹിൽ സ്റ്റേഷനിലേക്ക് പുറത്തു നിന്നുള്ളവർക്ക് പ്രവേശനമില്ല. ഇതുൾപ്പെടെയുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടായിരുന്നു മരം മുറിച്ചത്. ഇതാണ് അശോക മരം കേട്ടോ. ഇത് അപ്പുറത്ത് മുറിച്ചിട്ടുണ്ട്. ഇതേപോലെ അപ്പുറത്ത് മുറിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പൊന്മുടിയിലെ മരമുറി എത്രത്തോളം വ്യാപ്തിയുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ഇത് കാടിനകത്താണ്, വനത്തിനകത്താണ്. റോഡരികിലുള്ള ചെറുമരങ്ങൾ മാത്രമല്ല, കാടിനകത്തേക്ക് കയറി ഇതുപോലെയുള്ള സംരക്ഷിക്കപ്പെടേണ്ട മരങ്ങൾക്ക് കോടാലി വയ്ക്കുന്ന സാഹചര്യം പൊന്മുടിയിലുണ്ടായി. കഴിഞ്ഞില്ല, ഇനിയുമുണ്ട് മരമുറി കഥകൾ. തിരഞ്ഞെടുപ്പ് മറയാക്കി നടന്ന മരമുറിയിൽ 260 മരങ്ങൾ മാത്രമാണോ? അല്ല എന്നുറപ്പ്. പിന്നെയും മരങ്ങൾ മുറിച്ചു. എന്നാൽ ഇതൊന്നും വനം വകുപ്പിന്റെ കണക്കുകളിൽ ഇല്ല. വനാതിർത്തി ലംഘിച്ചതോ വനത്തിൽ അതിക്രമിച്ച് കയറിയതോ അല്ല. പക്ഷേ നമ്മുടെ കാട്, നമ്മുടെ കാടിനുള്ളിലെ സമ്പത്ത്, അത് ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് പുറത്തു കൊണ്ടുവരണം. മനഃപൂർവ്വമല്ലെങ്കിലും ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് പലപ്പോഴും വസ്തുതയാണ്. 22 ഹെയർ പിന്നുകളും താണ്ടി മരങ്ങൾ പൊന്മുടി താഴ്വര കടന്നിട്ടുണ്ടെങ്കിൽ സംശയിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ഇത് മാത്രമല്ല, മറ്റു ചില സംശയങ്ങൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെയുണ്ട്.
പൊന്മുടി എക്കോ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ വനത്തിനുള്ളിൽ നിന്ന് ചെറിയ അളവിൽ മുളയടക്കം മുറിച്ച് ഉപയോഗിക്കാൻ വനംവകുപ്പ് അനുമതി നൽകാറുണ്ട്. അത് സൂക്ഷിക്കാനടക്കം ഒരുക്കിയിരിക്കുന്ന ഒരു താൽക്കാലിക സ്ഥലമാണിത്. ഇവിടെ അല്ലെങ്കിൽ ഇത് മറയാക്കിക്കൊണ്ട് വനംവകുപ്പിലെ ചില ജീവനക്കാരുടെ ഒത്താശയോടുകൂടി അനധികൃതമായി കാട്ടിൽ കയറി മരം മുറിച്ച് ആ മരങ്ങൾ ചെറിയ പീസുകളാക്കി ഇവിടെ നിന്ന് കടത്താനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് വനംവകുപ്പ് ജീവനക്കാർക്കിടയിൽ തന്നെ ആക്ഷേപമുണ്ട്. മുളയും ഈറയും മുറിക്കാം, പക്ഷേ പൊന്മുടി ഇക്കോ ടൂറിസം പദ്ധതിക്ക് വേണ്ടി മരങ്ങൾ മുറിച്ചു, വേലി കെട്ടി, അതിൻ്റെ മറവിലും കടത്ത് നടന്നുവെന്ന് ആക്ഷേപമുണ്ട്. 24 പുറത്തുവിട്ട പൊന്മുടി മരംമുറി വിഭാഗത്തിൽ ഇപ്പോൾ പലതരത്തിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ അതൊക്കെ മാറ്റി നിർത്തിയാൽ നമുക്ക് വനത്തെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. വനമാര് കൊള്ളയടിക്കുന്നു, എത്ര നാളായി അത് തുടരുന്നു, അത് കണ്ടെത്താൻ സർക്കാർ ഗൗരവമായി ഇടപെടൽ നടത്തണം. ക്യാമറാമാൻ അരുണസാറിനും സതീഷിനുമൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. വീട്ടിലെ വോട്ട് സംവിധാനം വഴി അപേക്ഷ നൽകിയവരിൽ 81% പേർ വോട്ട് ചെയ്തു. 1,42,799 പേർ വോട്ട് ചെയ്തു. ഏപ്രിൽ 25 വരെ വീട്ടിലെ വോട്ട് തുടരും. AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, പലയിടത്തും ക്രമക്കേടുകൾ നടന്നുവെന്ന വാർത്ത, ഒപ്പം ഉദ്യോഗസ്ഥർക്ക് എതിരെ നടപടി, അതൊക്കെ പുറത്തു വരുമ്പോൾ 81% പേരും ഈ സംവിധാനം ഉപയോഗിച്ചു എന്ന വിവരമാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്? അതായത് അനുജ, വളരെ മികച്ച രീതിയിലാണ് ഈ വീട്ടിലോട്ട് സംവിധാനം നിലവിൽ പ്രയോജനപ്പെട്ടിരിക്കുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ ഒരു വലിയ തോതിലുള്ള ആളുകൾ ഈ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തി 1,00,000-ലധികം പേർ വീട്ടിൽ വോട്ട് ചെയ്തു എന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. അതായത് ഏപ്രിൽ 25 വരെ ഈ വീട്ടിലോട്ട് തുടരും. ഈ ഒരു ഘട്ടമാകുമ്പോഴേക്കും 100% ആളുകൾ തന്നെ വോട്ട് ചെയ്യുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതീക്ഷിക്കുന്നു. 85 വയസ്സിൽ അധികമുള്ള ആളുകളും ഒപ്പം ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ 81% ഉൾപ്പെടുന്നത്. എന്തായാലും ഏപ്രിൽ 25 ഈ കണക്ക് ഇനിയും ഉയരും, ശതമാനം ഇനിയും ഉയരുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതീക്ഷ. വീട്ടിലെ വോട്ട് സംവിധാനം വഴി ഇതുവരെ അപേക്ഷ നൽകിയവരിൽ 81% പേരും വോട്ട് ചെയ്തു. 1,42,799 പേർ ഈ സംവിധാനം ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഏപ്രിൽ 25 വരെ ഇത് തുടരും എന്നതാണ് കമ്മീഷൻ അറിയിച്ചത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കാണാൻ മാതാവ് പ്രേമകുമാരി യമനിലെത്തി. മോചനത്തിനുള്ള ചർച്ചകൾക്കായാണ് യാത്ര. നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് മകളെ കാണാൻ പ്രേമകുമാരിക്ക് അനുമതി ലഭിച്ചത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇനിയിപ്പോൾ വലിയ കടമ്പകളാണ് കടക്കാനുള്ളത്. അത് കുടുംബാംഗങ്ങളെ കാണേണ്ടതുണ്ട്, യമൻ പൗരന്റെ ഒപ്പം ഗോത്രത്തലവന്മാരുമായുള്ള ചർച്ച. ഇതൊക്കെ ഏത് തരത്തിൽ സാധ്യമാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത് എന്താണ്? അനുജ, ഇന്നലെയാണ് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി ഇവിടുന്ന് പുറപ്പെട്ടത്. ഇന്നലെ രാത്രിയോടുകൂടി, കഴിഞ്ഞ ദിവസമാണ് പുറപ്പെട്ടത്. ഇന്നലെ രാത്രിയോടുകൂടി അവിടെ എത്തി. നാളെ നിമിഷപ്രിയ ഉള്ള സന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവർ യാത്ര തിരിക്കും. ആദ്യം അവിടെ എത്തി നിമിഷപ്രിയയെ കാണുകയായിരിക്കും ചെയ്യുക. അതിനുശേഷം ഗോത്രത്തലവന്മാരുമായി ചർച്ച നടത്തും. അതിനും ശേഷമായിരിക്കും ഈ യമൻ പൗരന്റെ കുടുംബവുമായി നിമിഷപ്രിയയുടെ മാതാവ് സംസാരിക്കുക. അവർ മാപ്പ് അനുവദിക്കുകയാണെങ്കിൽ ദയാധനം നൽകി നിമിഷപ്രിയയെ തിരികെ കൊണ്ടുവരാനാകും എന്നുള്ളതാണ് പ്രതീക്ഷ. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് യമനിലെ കോടതി ഉൾപ്പെടെ നിമിഷപ്രിയക്കെതിരായുള്ള നടപടിയാണ് സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് ഈ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ ഇടപെട്ട് നടത്തിയ ഒരു ചർച്ചയാണ് നിലവിൽ ഒരു അല്പം പ്രതീക്ഷ നൽകുന്നത്. ഈ കുടുംബം ഇത്തരത്തിൽ മാപ്പ് അംഗീകരിക്കുകയും ദയാധനം നൽകി നിമിഷപ്രിയയെ വിട്ടു നൽകാൻ തയ്യാറാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമാകുക. 7 വർഷത്തിലെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ മാതാവ് സ്വന്തം മകളെ കാണുന്നതിന് വേണ്ടി യമനിലേക്ക് പോകുന്നത്. മറ്റന്നാളോടുകൂടി കാണാൻ സാധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പിന്തുണ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നൊരു അതൃപ്തി ആ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. കാരണം നയതന്ത്ര ബന്ധം യമനുമായി ഇല്ലാത്തതാണ് അതിൽ പ്രതിസന്ധിയായി കേന്ദ്ര സർക്കാർ ഉയർത്തിക്കാട്ടുന്നത്. അപ്പോഴും ഈ വിദേശ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശ സന്നദ്ധ സംഘടന ഉൾപ്പെടെയുള്ള ആളുകൾ നിമിഷപ്രിയയെ തിരികെ നാട്ടിൽ കൊണ്ടുവരാനായുള്ള വലിയ പ്രയത്നം നടത്തുന്നുണ്ട്. അതിൻ്റെ ആദ്യപടിയായാണ് മാതാവ് യമനിലേക്ക് എത്തിയത്. ചർച്ചകൾ എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നതനുസരിച്ച് ചർച്ചകളെല്ലാം സക്സസ് ആകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ കരുതുന്നത്. അനുജ, ഇതിൽ ഈ യമൻ പൗരന്റെ കുടുംബാംഗങ്ങൾ എടുക്കുന്ന നിലപാട് തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാകാൻ പോകുന്നത്. വിഷ്ണു, അവർ ബ്രെഡ് മണി എന്നുള്ള ആ ഒരു സമവായ ഫോർമുല അംഗീകരിച്ചാൽ ഇതിൽ മോചനം വളരെ വേഗം സാധ്യമാകുമെന്നല്ലേ?
അങ്ങനെ അംഗീകരിച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ നിമിഷപ്രിയയെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാകും. അതിന് സേവ് നിമിഷപ്രിയ ഫോറം പോലുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർ മാപ്പ് ആദ്യം നൽകും, അതിനുശേഷം അവർ ദയാധനം അത് അംഗീകരിക്കും. അതൊരു പക്ഷേ എത്രയാണ് തുക എന്നുള്ളതെല്ലാം അവരായിരിക്കും തീരുമാനിക്കുക. അതിലേക്കെല്ലാം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ ഈ നിമിഷപ്രിയയും അതോടൊപ്പം യമൻ പൗരന്റെ കുടുംബവുമായുള്ള കൂടിക്കാഴ്ച നടക്കണം. അവിടെ ആയിരിക്കും ഒരു തീരുമാനം ഉണ്ടാകുക. നിമിഷപ്രിയക്കൊപ്പം സേവ് നിമിഷപ്രിയ ഫോറത്തിലെ അംഗങ്ങളും അമ്മയ്ക്കൊപ്പം അവരുമുണ്ട്. അവരുടെ നേതൃത്വത്തിലായിരിക്കും ഈ ചർച്ചകളെല്ലാം നടക്കുക. അനുജ, നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി യമനിലെത്തി. നാളെ അവർ നിമിഷപ്രിയയെ കാണാനായി യാത്രയിലേക്ക് പുറപ്പെടും. മറ്റന്നാൾ ആ കൂടിക്കാഴ്ചയുണ്ടാകുമെന്ന പ്രതീക്ഷ നിലവിൽ ഉണ്ട്. ഒപ്പം ഗോത്രത്തലവന്മാരുമായി വരും ദിവസങ്ങളിൽ കൂടിക്കാഴ്ച. ഏറ്റവും പ്രധാനം യമൻ പൗരന്റെ കുടുംബാംഗങ്ങളുമായുള്ള ചർച്ചകളും കൂടിക്കാഴ്ചയുമാണ്. അതിൽ അവർ എടുക്കുന്ന നിലപാട് തന്നെയാകും പ്രധാനപ്പെട്ടതാവുക. ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്തയിലേക്ക് കൂടി. കൊച്ചി വാട്ടർ മെട്രോയുടെ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള സർവീസ് തുടങ്ങി. വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ സർവീസ് കരുത്താകുമെന്നാണ് വിലയിരുത്തൽ. 2 റൂട്ടുകളും 9 ബോട്ടുകളുമായി ആരംഭിച്ച വാട്ടർ മെട്രോ ഇപ്പോൾ 5 റൂട്ടുകളിലാണ് സർവീസ് നടത്തുന്നത്. കൊച്ചി വാട്ടർ മെട്രോയുടെ 10ാമത് ടെർമിനലാണ് ഫോർട്ട് കൊച്ചിയിൽ തുറന്നത്. ഹൈക്കോടതി ടെർമിനലിൽ നിന്ന് രാവിലെ 10 മണിക്ക് സർവീസ് ആരംഭിച്ചു. ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ആദ്യ സർവീസിൽ സന്തോഷ് ജോർജ് കുളങ്ങരയും ഭാഗമായി. ഫോർട്ട് കൊച്ചിയിലേക്കുള്ള സർവീസ് വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്താകുമെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര. നമുക്കറിയാം, മറൈൻ ഡ്രൈവ് കാണാൻ വരുന്ന ധാരാളം സ്വദേശികളുണ്ട്, പിന്നെ വിദേശികളുണ്ട്. ഇവർക്കൊക്കെ കായലിലൂടെ സ്വച്ഛമായ വേൾഡ് ക്ലാസ് ഫെസിലിറ്റി ഉള്ള ഒരു ബോട്ടിൽ, അതും ഇലക്ട്രിക് ബോട്ടാണ്, വേറെ ശബ്ദങ്ങളില്ല, ബഹളങ്ങളില്ല, പൊല്യൂഷൻ ഇല്ല, അങ്ങനെ കൊച്ചിയുടെ ഹൃദയത്തിലൂടെ, കായൽ ഹൃദയത്തിലൂടെ യാത്ര ചെയ്ത് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന നമ്മുടെ ചരിത്രത്തിന്റെ ഹബിലേക്ക് എത്തുക, അതൊരു വലിയ നേട്ടമല്ലേ. ചീനവലകളും കൊച്ചിയുടെ കായൽ സൗന്ദര്യവും ആസ്വദിച്ച് വാട്ടർ മെട്രോയിലൂടെ യാത്ര ചെയ്യാൻ 40 രൂപയാണ് നിരക്ക്. അരമണിക്കൂർ ഇടവിട്ട് സർവീസ് ഉണ്ടാകും. 2 റൂട്ടുകളും 9 ബോട്ടുകളുമായി ആരംഭിച്ച വാട്ടർ മെട്രോ ഇപ്പോൾ 5 റൂട്ടുകളിൽ സർവീസ് നടത്തുന്നുണ്ട്. 14 ബോട്ടുകളും സ്വന്തമായുണ്ട്. ഇന്ത്യൻ ഗതാഗത സംസ്കാരത്തിന് കൊച്ചിയുടെ സംഭാവന, അതാണ് കൊച്ചി വാട്ടർ മെട്രോ. ചരിത്രത്തിലേക്കുള്ള കാൽവെപ്പ് കൂടിയാണ് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ഈ സർവീസ്. റിജോയ്ക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇനി ഇപ്പോൾ കിട്ടിയതുമായി ടി കെ റീജിത്തും സോന ജെറിയും. നമസ്കാരം.